രേണുക, ന്യൂസ് 18 ഈ വിഷയം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശ്രീ PC ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും മത്സര രംഗത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ പ്രാഗൽഭ്യം രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ശ്രദ്ധ നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന രണ്ട് കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അവര് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടല്ലല്ലോ മത്സരിച്ചത്. അവർ മത്സരിച്ചത് BJPയുടെ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുടനീളവും നമ്മുടെ സംസ്ഥാനത്തും ആരും അങ്ങനെ മതത്തിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സഭ ഇന്ന ആളുകളെ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ആരും നിർത്തിയായിട്ട് എന്റെ അറിവിലില്ല. അവര് രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടസ്റ്റിൽ അവർക്ക് നേടാവുന്നിടത്തോളം വോട്ടുകൾ നേടാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ഷന്റെ 2 ദിവസങ്ങൾ മുമ്പ് തന്നെ നമുക്കറിയാവുന്ന പോലെ പ്രിയപ്പെട്ട PC ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും ഒക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മയെ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ശ്രീ PC ജോർജ് സാറ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അഥവാ BJPയിൽ കയറുന്നതിനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം 2 പ്രാവശ്യം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിജിയെ കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു മോഡിജി ആണ് ഏറ്റവും നല്ല വ്യക്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഞാൻ വിചാരിച്ചു മോഡി ഒരു നല്ല ഭരണാധികാരി ആയിരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും മോശപ്പെട്ട ഒരു ഭരണാധികാരി ഇന്ത്യ കണ്ടിട്ടില്ല എന്നും ഇതേ PC ജോർജ് സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകളും ഷോൺ ജോർജിന്റെ നിലപാടുകളും കൂടെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സഭ അവരെ താങ്ങുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ അവരെ കാംക്ഷിച്ചാൽ അതെങ്ങനെയാ സാധിക്കുക? നമുക്കൊക്കെ അപ്പ കാണുന്നതിനെ കയറി അപ്പ എന്ന് വിളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണല്ലോ.